ആലപ്പുഴയിൽ യുവാവിന് ക്രൂരമർദ്ദനം. വണ്ടിയിടിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് അക്രമം നടത്തിയത്. ആലപ്പുഴ പുറക്കാട് മുരിക്കോലയിലാണ് പുറക്കാട് സ്വദേശി സുധീഷിന് മർദ്ദനമേറ്റത്. 7 പേർ ചേർന്ന് സുധീഷിനെ മർദ്ദിക്കുകയായിരുന്നു. ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ആണ് ചേരുന്നത്. ഫൈസൽ, എപ്പോഴായിരുന്നു ഈ മർദ്ദനം? എന്താണ് ഈ മർദ്ദനത്തിന് പിന്നിൽ? ദിവ്യ, വിഷുദിനത്തിലാണ് ഈ യുവാവിന് മർദ്ദനമേറ്റത്. പുറക്കാട് സ്വദേശി സുധീഷിനാണ് മർദ്ദനമേറ്റത്. അതായത് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ സ്ഥിരമായി കൂടാറുള്ള ഗ്രൗണ്ടിൽ ഈ സുധീഷ് ഒരു വാഹനവുമായി, ഒരു കാറുമായി എത്തി ഇരിപ്പിച്ച ശേഷം ഇവരെ ഇടിക്കാൻ പോകുന്ന ശ്രമത്തിന് അങ്ങനെ തമാശ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അന്ന് അത് ഇവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, കൂട്ടുകാർക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇവർ വലിയ രീതിയിൽ തന്നെ ഫോണിലൂടെ മറ്റ് അസഭ്യം പറയുകയും ഒരു വഴക്കാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഈ വിഷുദിനത്തിൽ ഈ സുധീഷിന് ക്രൂരമായി ഈ സുഹൃത്തുക്കളുടെ ഭാഗത്ത്, ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റത് ഈ സഹോദരങ്ങളാണ്. മർദ്ദിച്ചതിൽ 2 പേർ സഹോദരങ്ങളാണ്. അതെ, ഇവരെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു. ഈ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറക്കാട് സ്വദേശികളായ അമൽരാജും സഹോദരൻ അമിത് രാജുമാണ് ഈ സഹോദരങ്ങളുടെ നേതൃത്വത്തിലാണ് ഇഷ്ടിക കൊണ്ട് ഇടിക്കുകയത്. കേൾക്കാം പറയും. യെസ് ഫൈസൽ, ക്രൂരമായ മർദ്ദനമാണല്ലോ യുവാവിനെ ഏൽക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? അദ്ദേഹത്തിന് ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടിക കൊണ്ട് മുഖത്തടിക്കുകയും വലിയ രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രൂരമായ മർദ്ദനമാണ് ആ യുവാവിനെ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ സംഭവത്തിൽ 7 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇവരാരെയും ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദിവ്യ, യെസ്, ആലപ്പുഴ പുറക്കാട് സ്വദേശി സുധീഷിനാണ് അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. വണ്ടിയിടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് സംഘം മർദ്ദിച്ചിരിക്കുന്നത്. അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് തുടരുകയാണ്. ഫൈസൽ അസീസാണ് വിശദാംശങ്ങൾ നൽകിയത്.